ഈ ഡൽഹിയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ രാഷ്ട്രപതി ഭരണം എന്ന് നമുക്ക് സാങ്കേതികമായിട്ട് പറയുവാൻ കഴിയുമെങ്കിലും ശരിക്ക് ഈ 239AA ആണ് അവിടെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. ഈ 356 വകുപ്പ് അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ അധികാരം കേന്ദ്രം എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ 239AA എന്ന് പറയുന്നത് ഡൽഹി യൂണിയൻ ടെറിട്ടറിയും കൂടെയാണ്, കേന്ദ്രഭരണ പ്രദേശം കൂടെയാണ് എന്നതുകൊണ്ട് ഈ 239AA എന്നുള്ള ആ ഒരു ഡൽഹിക്ക് പ്രത്യേക അധികാരം കൊടുക്കുന്ന ആ ഒരു വകുപ്പ് അതിൻ്റെ ഓപ്പറേഷൻ പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയും. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിലല്ലാതെ തന്നെ അദ്ദേഹത്തിൽ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഭരണാധികാരമാണ് യൂണിയൻ ടെറിട്ടറിയുടേത്. അപ്പോൾ അത്തരത്തിൽ 239AA സസ്പെൻഡ് ചെയ്യുവാൻ 239AB പ്രകാരം അധികാരം ഉണ്ട് എന്നിരിക്കെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ആയിട്ടൊക്കെ വിലയിരുത്തപ്പെട്ട് അങ്ങനെ ഒരു പക്ഷേ ചെയ്തേക്കാം. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അധികാരം ഏറ്റെടുക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ അരവിന്ദ് കെജ്രിവാൾ മാറിക്കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിനകത്തെ ബുദ്ധിമുട്ടുകൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും അധികാരത്തിലിരിക്കുന്നവർ അവരുടേതായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ചാലഞ്ചസ് നേരിട്ടുകൊണ്ടാണല്ലോ പാർട്ടിയിൽ അധികാരത്തിലിരിക്കുന്നത്. ഭാര്യ അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട അനീതിയോട് പ്രതികരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ബെറ്റർ ഹാഫ് വരുന്നു എന്ന രീതിയിൽ ഒരു സന്ദേശമായിരിക്കും കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ഡൽഹിയിലെ ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആരോടും വലിയ പ്രതിബദ്ധതയുള്ള ആൾക്കാരൊന്നും അല്ല. വളരെ വ്യക്തമായിട്ട് ഡിസിസീവായിട്ടുള്ള ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോൾ ഉള്ളിയുടെ വില കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് മാറി ചെയ്യുന്ന അവരുടെ ദൈനംദിന സിവിക് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് ബോധ്യവാന്മാരായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആൾക്കാരാണ്. അത്തരത്തിലുള്ള ഒരു അതിവൈകാരികതയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമൂഹമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അധികാര കൈമാറ്റം ഭാര്യയിലേക്ക് പോവുകയാണെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള ഒരു സ്വീകരണമായിരിക്കാം ഒരുപക്ഷെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഉണ്ടാകുവാൻ സാധ്യതയായിട്ടുള്ളത്. ആം ആദ്മി പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ചു വന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാതിരിക്കുക തന്നെയാകും പാർട്ടിയുടെ നിലനിൽപ്പിന് കുറച്ചുകൂടെ ഉചിതമായിട്ടുള്ളത്.